രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ അതിജീവിത സുപ്രീം കോടതിയിൽ. ജാമ്യവേളയിൽ ഹൈക്കോടതി മിനി ട്രയൽ നടത്തിയത് നിയമവിരുദ്ധമെന്നാണ് അതിജീവിതയുടെ വാദം. സമ്മതമില്ലാതെ പലവട്ടം ബലാത്സംഗം ചെയ്തുവെന്നും രാഹുലിന് ജാമ്യം നൽകിയത് തന്റെ ജീവന് ഭീഷണിയാണെന്നും അതിജീവിത സുപ്രീം കോടതിയിൽ. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, എന്താണ് അതിജീവിതയുടെ ഹർജിയിൽ പറയുന്നത്? അതിജീവിത സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദാക്കണം എന്നത് തന്നെയാണ്. മാത്രമല്ല, പല അനുചിതമായ പരാമർശങ്ങളും ഹൈക്കോടതി ജാമ്യം പരിഗണിച്ചപ്പോൾ നടത്തിയിരുന്നു. അത് അതിജീവിതയ്ക്ക് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ പരാമർശങ്ങൾ രേഖയിൽ നിന്നും നീക്കം ചെയ്യണം എന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. അബോർഷന് സ്വയം സന്നദ്ധയായിരുന്നില്ല, സമ്മതിച്ചത് ഭീഷണിയിലൂടെ ആയിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു. പ്രായപൂർത്തിയാക്കാത്ത ഇരകൾ ഉൾപ്പെടെ 10ഓളം പേരെ രാഹുൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രാഹുൽ സൈക്കോപാത്താണ്, സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളുമായി ബന്ധമുള്ളവനാണ്, ജാമ്യം നൽകിയത് തന്റെ ജീവന് ഭീഷണിയുണ്ട്. ഇപ്പോൾ അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ്. പരാതിക്കാരിക്കെതിരായ പരാമർശങ്ങൾ അനുചിതവും നിയമവിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒന്നാമത്തെ അതിജീവിത സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ശരി, ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.